ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 513ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാട് പള്ളിക്ക് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ട് അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളുടെ കരങ്ങളിലെത്തുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുവാനും സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഫ്ലെയറിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മളവിടെ വന്ന് ഇതുപോലെ ഷൂട്ട് ചെയ്ത് നമ്മൾ വീഡിയോസാക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ ഇതെന്താ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ. ഇത് 20 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ്, 1 കോമൺ ആയിട്ട് നിർമ്മിച്ച 4 കെട്ടും നടുമുറ്റവുമാണ്. അടിപൊളിയാണ്. ഇതിൻ്റെ പണികൾ ഒന്ന് പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ഈ ഒരു സ്ഥിതിയിൽ തന്നെ അതിനെ വിൽക്കുവാനായിട്ട് ഇട്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നതുകൊണ്ട് അദ്ദേഹം അത് വിൽക്കാനായിട്ട് തൽക്കാലം ഇട്ടിരിക്കുകയാണ്. പണികൾ നിർത്തിവെച്ചിട്ട് ഇപ്പോൾ ചില മാസങ്ങൾ കഴിഞ്ഞിട്ടിരിക്കുന്നു. എങ്കിലും യാതൊരു രീതിയിലുള്ള കേടുപാടുകളോ ബുദ്ധിമുട്ടുകളോ വീടിനുണ്ടായിട്ടില്ല. 2 കിലോമീറ്റർ മാത്രമാണ് KK റോഡ് ഹൈവേയിലോട്ടുള്ള ദൂരം. 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ബൈപ്പാസ് ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസിലോട്ടുള്ള ദൂരം. 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെയെല്ലാം നമുക്ക് ബസ്സിൻ്റെ ആക്സസ് ലഭിക്കുന്നതാണ്. വീടിൻ്റെ അടുത്ത് വരെ നമുക്ക് റോഡുണ്ട്. വീടിൻ്റെ മുറ്റത്ത് വരെ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരും. നമ്മൾ വീടിൻ്റെ ചുറ്റും കറങ്ങി നടന്ന് പതുക്കെ നമ്മൾ ബാക്കിലെത്തിയിരിക്കുകയാണ്. കിച്ചൻ്റെ ഏരിയയിലാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര മഴ, പിന്നെ ഓടി അകത്ത് കയറി വരുമ്പോഴാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് നടുമുറ്റവും അതുപോലെ തന്നെ ആ ഒരു 4 കെട്ടും നടുമുറ്റത്തിൻ്റെ ആ ഒരു പുതുമയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റൈല്. നല്ല തൂണുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പാസേജുകൾ, വയറിങ്ങിൻ്റെ പണിയൊക്കെ സ്വിച്ചുകളൊക്കെ മാത്രം പിടിപ്പിച്ചാൽ മതി. ബാക്കി വുഡൻ്റെ വർക്കുകൾ എല്ലാം തേക്കിൻ്റെ തടി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ജനാലകളൊക്കെ ആണെങ്കിൽ ധാരാളം വെളിച്ചം ഇഷ്ടം പോലെ നമുക്ക് വീടിനുള്ളിലും മുറിക്കുള്ളിലും ഒക്കെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് ഒക്കെ നല്ല ടൈലൊക്കെ ഉപയോഗിച്ച് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കിച്ചൻ്റെ കബോർഡ് വർക്കുകളൊക്കെ അതിനകത്ത് ഗ്ലാസ്സൊക്കെ ഇടാനുണ്ട്. അതുപോലെ എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച്, അതും നല്ല തേക്കിൻ്റെ തടിയിൽ. ഡോറൊക്കെ കണ്ടല്ലോ, എല്ലാം നല്ല വുഡൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ അടുക്കളയ്ക്ക് ചിമ്മിനി വരെ നൽകിയിട്ടുണ്ട്. ഇതൊരു ഒറ്റ നില വീടാണ്, പക്ഷേ 2 നിലയുടെ ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്. റൂഫെല്ലാം തന്നെ വാർക്കയാണ്. അതിൻ്റെ മുകളിൽ സ്ട്രെസ് വർക്ക് ചെയ്ത് ഓടിട്ടിരിക്കുന്നു. ആ പഴമയുടെ തനിമയിൽ തന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു 4 കെട്ടും അതുപോലെ നടുത്തളവും. ഇത് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസും. 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഇതിനകത്ത് 3 അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. ഇവിടുന്ന് നമുക്ക് നേരെ അടുത്ത റൂമുകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഒരു ചെറിയ പാസേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ ലിവിങ് ഏരിയ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ ബാക്ക്യാർഡ് കാര്യങ്ങളെല്ലാം കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു ബെഡ്റൂമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതും ഡോറും എല്ലാം നല്ല തേക്കിൻ്റെ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു ആംബിയൻസിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് നേരെ കാണാവുന്നത്, ഇവിടുന്ന് നേരെ വരാന്ത വഴി കയറി നമുക്ക് ഈ ഒരു വാതിലും തുറന്ന് നമുക്ക് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ കയറി വന്നേ ഉള്ളൂ. ഇതൊരു കോമൺ ബാത്റൂമായിട്ടും നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇവിടുത്തെ ടൈലുകളൊക്കെ ഇട്ടിട്ടുണ്ട്, വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. എല്ലാ റൂമുകളിലും ടൈലുകളെല്ലാം പതിപ്പിച്ചിട്ടുണ്ട്. ഡോറുകളെല്ലാം ഫിറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ സ്വിച്ചുകളും എല്ലാം പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയെല്ലാം നല്ല രീതിയിൽ തന്നെ ടൈലൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ. ഈ വെള്ളമൊക്കെ വീഴുന്ന ഈ സ്ഥലം അത് ഒഴുകി പോകാനായിട്ട് അതിനകത്ത് ഒരു ചെറിയ വാൽവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും അവിടെ കെട്ടി നിൽക്കത്തില്ല. വീടിന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവുന്നുമില്ല. നമുക്ക് ലാസ്റ്റ് ഇവിടുത്തെ ഒരു ബെഡ്റൂമും കൂടെ കാണാം. ഇവിടെയും ഇതുപോലെ തന്നെ നല്ലൊരു ബാത്റൂമൊക്കെ നൽകിക്കൊണ്ട് നല്ലൊരു ആംബിയൻസിൽ ആ ഒരു ബെഡ്റൂമും ക്രമീകരിച്ചിട്ടുണ്ട്.
നമുക്ക് അടുത്ത ഇനി ഉള്ളത് നമുക്ക് പുറവശത്തേക്ക് അങ്ങനെ 4 ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളിതാ നമ്മുടെ ഒരു ബെഡ്റൂം തുറക്കാൻ വയ്യായിരുന്നു, അതിൻ്റെ കീയെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ സാധിച്ചില്ല. ഇതാ നമ്മളിത് ഈ ഒരു പരിസരം എന്ന് പറയുന്നത് മുമ്പോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾക്ക് താഴെയായിട്ട് വെള്ളമൊക്കെ ഉള്ള ഒരു വലിയ കണ്ടമാണ്. 4 മണിക്കാറ്റിൻ്റെയൊക്കെ ആ ഒരു ഏരിയ. നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ വെള്ളം ലഭിക്കാതെ വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്നാൽ നല്ലൊരു പ്രകൃതിയോട് ഒത്തിണങ്ങി നിൽക്കുന്നൊരു വീടാണ്. ഫാമിങ്ങിന് പറ്റിയ സ്ഥലമാണ്. അതിനോട് ചേർന്ന് തന്നെ മറ്റു സ്ഥലങ്ങളും കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതിൻ്റെ വില പെർ സെൻറ്റ് ഇത്ര രൂപ വെച്ച് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ വിലയും വിവരങ്ങളുമൊക്കെ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിൽ ഇട്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം വരാം. ഓക്കെ, മണർകാടിനെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.